സനാതന ധർമ്മത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുതെന്ന് ഷാജി വരവൂർ. ഇരട്ടപ്പുഴ ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നാമജപ ഘോഷയാത്രയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഭാരതീയ വിചാരം കേന്ദ്രം ജില്ലാ ഉപാധ്യക്ഷനായ ഷാജി വരവൂർ. ഇരട്ടപ്പുഴ വട്ടേക്കാട് ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച നാമജപം കാരയിൽ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ദിലീപ് അമ്പലപ്പറമ്പിൽ സ്വാഗതവും സുനിൽ കാരയിൽ നന്ദിയും പറഞ്ഞു. നാമജപ ഘോഷയാത്രയ്ക്ക് AV നാരായണൻ, AK വേലായുധൻ, വർഷ മണികണ്ഠൻ, വിദ്യ ഉണ്ണികൃഷ്ണൻ, ശ്രുതി, KR ബൈജു എന്നിവർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് ശ്രീമതി ജുബി സജി അധ്യാപകരായ അടുപ്പുട്ടിയിൽ അപകട ഭീതി ഉയർത്തിയിരുന്ന കടന്നൽക്കൂട് നീക്കം ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിനു മുകളിൽ അപകട ഭീതി ഉയർത്തിയിരുന്ന കടന്നൽക്കൂട് നീക്കം ചെയ്തു. അടുത്ത ദിവസങ്ങളിലായി അടുപ്പുട്ടി പള്ളിപ്പെരുന്നാൾ നടക്കാനിരിക്കെ വലിയ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് വാർഡ് കൗൺസിലർ ബിനു പ്രസാദിന്റെ നേതൃത്വത്തിൽ കടന്നൽക്കൂട് നീക്കം ചെയ്തത്. പട്ടിക്കാട് ഫോറസ്റ്റ് ഡിവിഷനിലെ RRT അംഗം KG ലിജോയാണ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന കടന്നൽക്കൂട് സാഹസികമായി നീക്കം ചെയ്തത്. വാഴപ്പള്ളി മെഡിക്കൽസ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോട്ടോൽ, പഴഞ്ഞി. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ ബ്രാൻഡഡ് ജനറിക് മരുന്നുകളും ഉത്തരവാദിത്വത്തോടുകൂടി ലഭിക്കുന്നു. മരുന്നുകളെല്ലാം ശരിയായ താപനിലയിൽ സൂക്ഷിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ ജനങ്ങളിലെത്തിക്കുന്നു. 22 വർഷത്തെ സേവന പാരമ്പര്യം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഴപ്പള്ളി ഐവയർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശം, കോട്ടോൽ, പഴഞ്ഞി. ഫോൺ 9447768102. പഞ്ചകർമ്മ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ആരംഭിക്കുന്ന പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ നിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസർ മിഥു K തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുന്നത്. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. ഒടുവിൽ പട്ടിത്തടം റോഡിന്റെ നവീകരണത്തിന് പദ്ധതിയാകുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിനെതിരെ ഒട്ടേറെ പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. ഒടുവിൽ AC മൊയ്തീൻ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ റോഡ് നവീകരിക്കാൻ അനുവദിക്കുകയായിരുന്നു. കാട്ടാക്കമ്പൽ പഞ്ചായത്തിന്റെയും പോർക്കുളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് പട്ടിത്തടം റോഡ്. റോഡിലെ വലിയ കുഴികളിൽ ചാടി വാഹനങ്ങൾ കേടുപാടുകൾ പറ്റുന്നത് പതിവായിരുന്നു. ഇതിനിടെ ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി റോഡിന്റെ വശങ്ങൾ പൊളിച്ചതോടെ റോഡ് കൂടുതൽ ദുരിതമായി. പലതവണ റോഡിൽ മെറ്റൽ വിരിച്ചെങ്കിലും നിർമ്മാണം മാത്രം പൂർത്തിയായില്ല. ഒടുവിൽ റോഡ് നവീകരിക്കാൻ MLA പണം അനുവദിക്കുകയായിരുന്നു. ഇത്തവണയെങ്കിലും റോഡ് നന്നാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. കുന്നംകുളം CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം മനോജ് വെള്ളനാടിന് സമർപ്പിച്ചു. കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CV ശ്രീരാമൻ ട്രസ്റ്റ് 40 വയസ്സിൽ താഴെയുള്ള ചെറുകഥാകൃത്തുക്കൾക്കായി നൽകുന്ന CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം തിരുവനന്തപുരം സ്വദേശി മനോജ് വെള്ളനാടിന് സമർപ്പിച്ചു.
ഉടൽ വേദം എന്ന കഥാസമാഹാരമാണ് മനോജിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ആദ്യ പതിപ്പായി പുറത്തിറക്കിയ കഥാസമാഹാരത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കൃതിക്ക് 29,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. KA മോഹൻദാസ്, KV സുബ്രഹ്മണ്യൻ, മനോഹരൻ V പേരകം എന്നിവരടങ്ങിയ പാനലാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. കുന്നംകുളം ലൈബ്രറി അങ്കണത്തിലെ CV ശ്രീരാമൻ ഹാളിൽ പുരസ്കാര സമർപ്പണ സമ്മേളനം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. CV ശ്രീരാമന്റെ കഥാലോകം എന്ന വിഷയത്തിൽ KV സജയ് സ്മാരക പ്രഭാഷണം നടത്തി. CV ശ്രീരാമൻ ട്രസ്റ്റ് ചെയർമാൻ VK ശ്രീരാമൻ പുരസ്കാരം സമർപ്പിച്ചു. കൺവീനർ TK വാസു, KA മോഹൻദാസ്, CS റുദ്ദീഖ് എന്നിവർ സംസാരിച്ചു. മനോജ് വെള്ളനാട് മറുപടി പ്രസംഗം നടത്തി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ അഖണ്ഡ ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി ഭക്തി നിർഭരമായ ജപമാല റാലി നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുഷ്പാലങ്കൃതമായ തേരിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ജപമാല പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് തമ്പുരാൻപടി സെന്റർ ചുറ്റി പള്ളിയിൽ തിരിച്ചെത്തി. തുടർന്ന് റവറൽ സിസ്റ്റർ നിർമ്മൽ മരിയ FCC സന്ദേശം നൽകി. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കും ആശീർവാദത്തിനും വികാരി റവറൽ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി റവറൽ ഫാദർ തോമസ് സൂക്കൻ, കൈക്കാരന്മാരായ സെബി താണിക്കൽ, ബാബു VK, പോളി KP, ഡേവിഡ് CK, കേന്ദ്ര സമിതി കൺവീനർ ജോൺ പോൾ പുറത്തൂർ, PRO ബിജു അന്തിക്കാട് എന്നിവർ നേതൃത്വം നൽകി. JKR ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. ഈ ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് കയ്യെത്തും ദൂരത്ത് കരുതലോടെ ഡോക്ടറുണ്ട്. ഞങ്ങളുടെ സേവനങ്ങൾ 24/7 ഡോക്ടർ സേവനം, 24/7 മണിക്കൂർ ഫാർമസി തുറന്ന് പ്രവർത്തിക്കുന്നു, 24/7 ലാബ് സേവനം, സ്പെഷ്യലിസ്റ്റ്, ജനറൽ മെഡിസിൻ, ENT വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, എല്ല് രോഗ വിഭാഗം തുടങ്ങിയവരുടെ സേവനം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 25/8/25 മുതൽ 25/9/25 വരെ 1 മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രതിബദ്ധത. വിസിറ്റേഴ്സ് JKR ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറുസലേം, പഴഞ്ഞി. ക്ഷീര കർഷകർക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന സബ്സിഡി കാലിത്തീറ്റ വിതരണം ചാലിശ്ശേരി ക്ഷീരസംഘത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PB സുനിൽകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, വാർഡ് മെമ്പർ VS ശിവാസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സംഘം സെക്രട്ടറി KS ഷിബിൻ സ്വാഗതവും സംഘം ഭരണസമിതി അംഗം ബാബുരാജ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസങ്ങളിലായി നടന്നുവന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് MLA ട്രോഫികൾ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2ാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗത്തിൽ വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അത്താണി JMJയ്ക്കാണ് 2ാം സ്ഥാനം. UP വിഭാഗത്തിൽ വടക്കാഞ്ചേരി ക്ലേലിയയും അത്താണി JMJയും 1ാം സ്ഥാനം പങ്കിട്ടു. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളും LP വിഭാഗത്തിൽ മായന്നൂർ സെന്റ് തോമസും 1ാം സ്ഥാനം പങ്കിട്ടു. സമാപന സമ്മേളനത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KV നബീസ, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ PN സുരേന്ദ്രൻ, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, സ്കൂൾ പ്രിൻസിപ്പൽ KB പ്രീത, PTA പ്രസിഡന്റ് VG സുനിൽ, ഉപജില്ലാ അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു, ജനപ്രതിനിധികൾ, അധ്യാപകർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഇന്ന് നാടിന് സമർപ്പിക്കും. ഇന്ന് വൈകിട്ട് 5-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. തൃശൂർ ജില്ലയിലെ കുന്നംകുളം നഗരപ്രദേശത്തെ ഗതാഗത നിരക്ക് കുറച്ച്
വടക്കോട്ടുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനായി നടപ്പാക്കിയ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. ആകെ പദ്ധതി ചെലവ് 54.61 കോടി രൂപയാണ്. ഈ ബൈപ്പാസ് ഉപയോഗിച്ച് സഞ്ചരിക്കുന്നവർക്ക് ഏകദേശം 4 കിലോമീറ്റർ ദൂരം ലാഭിച്ച് യാത്ര നടത്താൻ സാധിക്കും. മൊത്തം 9.88 കിലോമീറ്റർ നീളമുള്ള റോഡ് വേലൂർ കുറാഞ്ചേരി സംസ്ഥാന പാതയിൽ കേച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയ്ക്ക് കുറുകെ പന്നിത്തരം ജംഗ്ഷനിലൂടെ കടന്നുപോയി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അക്കിക്കാവിൽ അവസാനിക്കുന്നു. കിഫ്ബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 12 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണം നടപ്പാക്കിയിരിക്കുന്നത്. BAAB എന്ന കരാർ കമ്പനി 2024 ജനുവരി 16 പ്രവൃത്തി ആരംഭിച്ചത്. 2025 ജൂലൈ 15 പ്രവൃത്തി പൂർത്തിയാക്കിയത്. റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി BM&BC ടാറിംഗ് ഉൾപ്പെടെ IRC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങളും വിജയകരമായി നടപ്പാക്കി. 1.90 കിലോമീറ്റർ നീളത്തിൽ വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയായ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുള്ള ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്. പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം ജംഗ്ഷനിൽ 19.39 ലക്ഷം രൂപ ചിലവിൽ കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേർഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ജംഗ്ഷനിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ പരിഗണിച്ച് ഈ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയതോടൊപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി യെല്ലോ ബോക്സ് മാർക്കിംഗ് എന്നറിയപ്പെടുന്ന റോഡ് മാർക്കിംഗും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ ഇത്തരത്തിലുള്ള മാർക്കിംഗ് നടപ്പിലാക്കുന്നത് ഇതാദ്യമായാണ്. 0.5456 ഹെക്ടർ ഭൂമി മുൻകൂറായി ഏറ്റെടുത്താണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഭൂമി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ നടപ്പാക്കൽ ഘട്ടങ്ങളിൽ AC മൊയ്തീൻ MLAയുടെ ഇടപെടൽ പദ്ധതി പൂർത്തീകരണത്തിന് സഹായകരമായി. പദ്ധതിയുടെ ആകെ ചെലവ് 48.59 കോടിയിൽ നിന്ന് 54.61 കോടിയായി ഉയർത്തിയാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ നടത്തുന്ന വീട്ടുമുറ്റ സദസ്സുകളുടെ ഭാഗമായി വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല നഗറിലെ EK രവിയുടെ വസതിയിൽ വെച്ച് നടത്തിയ വായനശാലകൾ ഗ്രഹാങ്കണത്തിലേക്ക് എന്ന പരിപാടിയും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയത്തെ അധികരിച്ച് ഗ്രന്ഥശാല സംഘം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി T രാജഗോപാൽ വിഷയാവതരണം നടത്തി. ലൈബ്രറിയിലേക്ക് പുസ്തക സമാഹരണവും ഉണ്ടായി. ലൈബ്രറിയൻ സെൽമ കൊച്ചുമാത്യു, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതവും TB സമൃദ്ധ നന്ദിയും പറഞ്ഞു. മത്സ്യബന്ധനത്തിനിടെ വഞ്ചിയിൽ നിന്ന് കടലിലേക്ക് കുഴഞ്ഞു വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കരയ്ക്കടഞ്ഞു. തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ 52 വയസ്സുള്ള ശിവന്റെ മൃതദേഹമാണ് കരയ്ക്കടഞ്ഞത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. മത്സ്യബന്ധനത്തിന് പോയ വഞ്ചിയിൽ നിന്നും ശിവൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. സഹപ്രവർത്തകർ കയറിട്ട് രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുങ്ങിപ്പോയി. ഇന്നലെ കോസ്റ്റൽ പോലീസും ഫിഷറീസ് ബോട്ടും മത്സ്യത്തൊഴിലാളികളും കാണാതായ ശിവന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ തിരച്ചിൽ തുടങ്ങാനിരിക്കെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം പുഴവക്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും. പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ട് വഞ്ചി ഇറക്കിയും വലയെറിഞ്ഞും വേറിട്ട് പ്രതിഷേധം. 5 വർഷമായിട്ടും പ്രതിഷേധങ്ങൾക്ക് പരിഹാരമായില്ല.
മഴ കനത്തതോടെ തകർന്നു തരിപ്പണമായ പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിൽ വലയെറിഞ്ഞും വഞ്ചിയിറക്കിയും തുണി അലയ്ക്കുകയുമുള്ള വേറിട്ട പ്രതിഷേധം നാട്ടുകാർക്ക് കൗതുകമായി. പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് MN സല്ലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടില്ല. മഴ കനത്തതോടെ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. റോഡ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലുമാണ്. റോഡിലെ വെള്ളക്കെട്ടിന് 5 വർഷമായിട്ടും ശാശ്വത പരിഹാരമായില്ലെന്ന് നാട്ടുകാരും പറയുന്നു. മേഖലയിൽ കാൽനട പോലും ദുസ്സഹമായിരിക്കുകയാണ്. മഴ കനത്താൽ വഴി നടക്കാൻ പോലും പറ്റാതെ വിഷമിക്കുകയാണ് പ്രദേശത്തുകാർ. ആൽത്തറ തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് എളുപ്പമാർഗമെത്താനുള്ള പാത കൂടിയാണിത്. വെള്ളക്കെട്ട് മൂലം 300 മീറ്ററോളം റോഡ് പാടെ തകർന്ന അവസ്ഥയിലുമാണ്. കനത്ത മഴ മൂലം റോഡിന് ഇരുവശത്തെ കാനുകൾ മണ്ണ് വന്ന് നിറഞ്ഞ അവസ്ഥയിലുമാണ്. പഞ്ചായത്ത് അധികാരികൾ വെള്ളക്കെട്ട് രൂപപ്പെട്ട മേഖലയിലെ റോഡ് ശാസ്ത്രീയമായി നിർമ്മിക്കുകയും കാനുകൾ വൃത്തിയാക്കുകയും സമീപത്തെ വെള്ളം ഒഴുകിപ്പോകുന്നതിനായുള്ള തോട് വൃത്തിയാക്കുകയും ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നത്. മേഖലയിൽ ഇതുമൂലം വിദ്യാർത്ഥികളും കാൽനട യാത്രികരും ദുരിതമനുഭവിക്കുകയാണ്. മഴ കനത്തതോടെ ഇതുവഴിയുള്ള വാഹന സഞ്ചാരവും ദുസ്സഹമായിരിക്കുകയാണ്. റോഡിലെ വെള്ളക്കെട്ടിനും റോഡിന്റെ തകർച്ചയ്ക്കും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി വേറിട്ട പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ MA കമറുദ്ദീൻ, ഷബീർ അഹ്സൻ, മൊയ്തീൻ ബാവ, CM താഹ എന്നിവർ സംസാരിച്ചു. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. സ്ത്രീകളിൽ ശാരീരിക ക്ഷമതയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുന്നതിനായി കടവല്ലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി മെമ്പർമാർക്കും ബാലസഭ കുട്ടികൾക്കുമായി നടത്തുന്ന കരാത്തെ പരിശീലനത്തിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. ധീരം സ്വയം എന്ന പേരിൽ കുടുംബശ്രീ മിഷൻ നടത്തിവരുന്ന കരാത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ മിഷൻ സ്നേഹിത സർവീസ് പ്രൊവൈഡർ നീന മരിയ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം നസ്രത്ത് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, പഞ്ചായത്ത് അംഗം നിഷിൽ കുമാർ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കിനോജി റിയു ഇന്ത്യ കരാത്തെ അക്കാദമിയിലെ ഷെറിൻ, ജിസ്മ എന്നിവരാണ് കരാത്തെ പരിശീലനം നൽകുന്നത്. സേവ് പോർക്കുളം എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ യാത്ര കല്ലഴിക്കുന്നിൽ സമാപിച്ചു. സമാപന സമ്മേളനം CDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റനും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ N രാധാകൃഷ്ണൻ മാസ്റ്റർ, KB തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ P പ്രവീൺകുമാർ, അബ്ദുള്ളക്കുട്ടി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കവിത പ്രേംരാജ്, അംബിക മണിയൻ, ബിജു കോലാടി, അനസ് നാസർ, അനിൽദാസ്, V ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ റോഡുകളുടെ ദുരവസ്ഥയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശിവരാജൻ കണ്ടാണശ്ശേരി ഏകദിന നിരാഹാര സമരം അനുഷ്ഠിച്ചു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം 5 മണിക്ക് സമാപിച്ചു. പാരീസ് റോഡ് സംരക്ഷണ കൺവീനർ ലോറൻസ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് BJP പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ ഇളനീർ കൊടുത്താണ് നിരാഹാരം അവസാനിപ്പിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗ്രഹനാഥൻ മരിച്ചു. പാറന്നൂർ കളത്തിപ്പറമ്പിൽ വേലായുധൻ മകൻ 56 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. കഴിഞ്ഞ 22-ാം തീയതി രാത്രി 9:15
പാറന്നൂർ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് അമിത വേഗത്തിൽ വന്ന ടിപ്പർ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെ ഞായറാഴ്ച വൈകിട്ടാണ് അന്ത്യം സംഭവിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോവുകയും പിന്നീട് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് പോലീസ് ടിപ്പർ ലോറി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികൾക്കായി ഓടുന്നതിനായി എത്തിയ KL 40D 3431 എന്ന വാഹനമാണ് മുരളി ഇടിച്ച് തെറിപ്പിച്ചത്. അപകടം സംഭവിച്ചിട്ടും തൊട്ടടുത്ത ദിവസവും റോഡ് പണിക്കായി ഓടിയ വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് മുണ്ടപ്പല്ലൂർ കുന്നുപറമ്പിൽ വിനോദിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. മുരളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച് തിങ്കളാഴ്ച 3 മണിക്ക് സംസ്കാരം നടത്തും. സുജാതയാണ് മുരളിയുടെ ഭാര്യ. അതുൽ, അർഷ എന്നിവർ മക്കളാണ്. തൃശൂരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് ഡിവൈഎസ്പിക്ക് പരിക്ക്. എറണാകുളം സെൻട്രൽ റേഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനും PSOയ്ക്കുമാണ് പരിക്കേറ്റത്. ഡിവൈഎസ്പിയുടെ കൈയിന്റെ എല്ല് പൊട്ടി. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ മരത്താക്കരയിൽ വെച്ചായിരുന്നു അപകടം. ചാലിശ്ശേരി ഗഡ്സമൻ പ്രയർ ഫെലോഷിപ്പ് 32ാമത് വാർഷിക കൺവെൻഷൻ നടത്തി. ഗഡ്സമൻ പ്രയർ ഹാളിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന കൺവെൻഷനിൽ ചാലിശ്ശേരി മർത്തോമ പള്ളി വികാരി ഫാദർ സുനു ബേബി കോശി, സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി വികാരി ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ ആമുഖ സന്ദേശം നൽകി. ഫാദർ തോമസ് മാത്യു റാന്നി വചന സന്ദേശം നൽകി. ഗാനശുശ്രൂഷയും സ്നേഹവിരുന്നും ഉണ്ടായി. പരിപാടികൾക്ക് CV ഷാബു, ജേക്കബ്, മാത്യൂസ്, ബാബു, സാം, വിജി കൊള്ളന്നൂർ എന്നിവർ നേതൃത്വം നൽകി. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ 78ാമത് വാർഷിക പൊതുയോഗവും ലാഭവിഹിത വിതരണോദ്ഘാടനവും നടന്നു. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. സെക്രട്ടറി CC ലിമി റിപ്പോർട്ടും ഡയറക്ടർ സുഗു ഇട്ടിയേഷൻ ലാഭവിഹിത റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജിതിൻ K വിജയ് സ്വാഗതവും ഡയറക്ടർ M വേലായുധൻ മാഷ് നന്ദിയും പറഞ്ഞു. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി കുന്നത്തുള്ളി സന്ദീപിന്റെ വീട്ടുമുറ്റത്ത് നടന്ന സദസ്സിൽ നവോത്ഥാനത്തിലൂടെ നവകേരളത്തിനായി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. രജിതൻ കണ്ടാണശ്ശേരിയുടെ തരങ്ങഴി എന്ന നോവലിനെ കുറിച്ചുള്ള ചർച്ചയും നടന്നു. കവി പ്രസാദ് കാക്കശ്ശേരി, PA ദിനുദാസ്, VD ബിജു, രജിതൻ കണ്ടാണശ്ശേരി, സുധാകരൻ ബ്രഹ്മകുളം, KD സന്ദീപ് എന്നിവർ സംസാരിച്ചു. ചെറുവള്ളിപ്പുഴ നമ്പരപ്പടവിന്റെ മോട്ടോർ ഷെഡിന്റെ അടുത്ത് 2 സ്ഥലത്തായി വെള്ളം 100 അടി തോട്ടിൽ നിന്ന് വരമ്പ് മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ടവർ 100 അടി തോട്ടിലെ തടസ്സങ്ങൾ നീക്കാൻ വേണ്ട നടപടിയെടുക്കാൻ താൽപര്യപ്പെടുന്നു. പൊന്നാനി കോൾ വികസന സമിതിയുടെ നിർദ്ദേശപ്രകാരം പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിംഗിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ.